മത്സരത്തിലും പങ്കെടുപ്പിക്കണം. പക്ഷേ അവള് തോറ്റു തുന്നം പാടണം. അത് ഞാൻ ഏറ്റു മാഡം. മാഡം ധൈര്യമായിട്ടിരിക്കും. ഈ മത്സരം ഇനി അംബിക മാഡത്തിന്റെ കൺട്രോളിലായിരിക്കും. മോളെ, ഇത് തന്നെയല്ലേ അഡ്രസ് പറഞ്ഞത്? ആ, ഇതാ സ്ഥലം രാധമേ. അല്ല മോളെ, ദേ അംബിക മാഡം. അമ്മായി എന്താ ഇവിടെ? ആ, ഇനി നോട്ടീസ് കണ്ടിട്ടേ നമ്മളെ പോലെ പാചക മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നതാണോ? അല്ല, കൂടെ ഒരു പെങ്കൊച്ചും കൂടെ ഉണ്ടല്ലോ. ബന്ധുക്കള് വല്ലതാണോ മോളെ? ഏയ്, ഇങ്ങനൊരാളെ ഞാൻ മുൻപ് കണ്ടിട്ടില്ല രാധമേ. വാ. ഋതിക മോളൊന്ന് നിന്നേ. എന്താ കുക്കിംഗ് കോമ്പറ്റീഷനിൽ ചേർന്ന് 1ാം സമ്മാനം നേടിയെടുത്ത് രാജുവിന്റെ കടം തീർക്കാമെന്ന് കരുതിയാണോ രണ്ടാളും കൂടി വന്നത്? ആര് ഫസ്റ്റ് പ്രൈസ് വാങ്ങുമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ അമ്മായി. എന്നാലും ഒന്ന് പൊരുതി നോക്കാന്ന് ഞാൻ കരുതി. ഞാൻ മത്സരത്തിൽ പങ്കെടുക്കുന്നതില് അമ്മായിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എനിക്കെന്ത് ബുദ്ധിമുട്ട്? എന്തായാലും നിന്റെ ഉത്സാഹം ഞാനേ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ധൈര്യമായിട്ട് മത്സരിക്കും. അല്ല, അതെന്താ അമ്മായി കളിയാക്കുന്ന പോലെ സംസാരിക്കുന്ന? എടി, ഇത് വീട്ടിൽ പെണ്ണുങ്ങളെ അവിയലും തോരനും സാമ്പാറും ഉണ്ടാക്കുന്നത് പോലെയൊന്നും അല്ല. ഇത് ഐറ്റം വേറെയാ. ഇതേ കഴിവുള്ളവർക്കുള്ള മത്സരമാ. അപ്പോ അമ്മായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് തന്നെയാ സംസാരിക്കുന്നത്? അതെ, ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാ സംസാരിക്കുന്നത്. ഇത് ഞാനും നീയൊന്നും കൂട്ടിയാ കൂടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ കുക്കിംഗ് കോമ്പറ്റീഷനെ കുറിച്ച് നന്നായിട്ട് അറിയാന്നുള്ള ഒരാള് എന്റെ കൂടെ ഉണ്ട്. ഇത് ശില്പ, എന്റെ കൂട്ടുകാരിയുടെ മകളാ. ഹോട്ടൽ മാനേജ്മെന്റിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ. ഇവളെ കൊത്തിക്കൊണ്ടു പോകാനേ വലിയ വൻകിട ഹോട്ടലുകാർ കാത്തിരിക്കുക. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, അങ്ങ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ അവൾക്ക് ക്ഷണമുണ്ട്. പക്ഷേ 2 മാസം മുൻപ് അവളുടെ വിവാഹം കഴിഞ്ഞു. ഇനി ഉടനെ ന്യൂസിലാൻഡിലേക്ക് പോണം. ആ ഒരു ഗ്യാപ്പിലാ മോളെ എനിക്ക് കിട്ടിയത്. എന്റെ ഭാഗ്യം എന്നല്ലാതെ എന്തു പറയാനാ ഞാൻ. അതുകൊണ്ട് ഋതിക മോള് വെറുതെ നാണം കെടാൻ നിക്കണ്ട. അംബിക മാഡം വെറുതെ എന്തിനാ ഋതിക മോളുടെ മനസ്സ് വിഷമിപ്പിക്കുന്നത്? ഫസ്റ്റ് പ്രൈസ് നിങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോളൂ. ഞങ്ങൾക്ക് ഒരു പരാതിയും പരിഭവവും ഇല്ല. രാധമ്മ ഇതിൽ ഇടപെടണ്ട. ഇതേ ഞങ്ങള് തമ്മിലുള്ള പ്രശ്നമാണ്. അത് ഞങ്ങള് തമ്മിൽ തീർത്തോളാം. രാധമേ, ഇവിടെ നടക്കുന്ന കുക്കിംഗ് കോമ്പറ്റീഷനിൽ ഹോട്ടൽ മാനേജ്മെന്റ് പാസ്സാകണമെന്ന നിബന്ധനയൊന്നും ഇല്ല. താല്പര്യമുള്ള ആർക്കും പങ്കെടുക്കാം. അതുകൊണ്ട് അമ്മായി പറയുന്നതും കേട്ട് രാധമ്മ പേടിക്കണ്ട. രാധമ്മ എന്നെ നന്നായിട്ട് കുക്കിംഗ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. എനിക്ക് അത് മതി. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. എടി, നിനക്കിതൊരു പ്രശ്നമല്ലായിരിക്കും. ഇതേ നാട് മുഴുവൻ അറിയപ്പെടുന്ന ഒരു മത്സരമാ. നീ തോറ്റു തുന്നം പാടിയ പ്രതാപന് പുറത്തിറങ്ങി നടക്കണ്ടേ? നിന്നെ കാരണം അവൻ ഒരുപാട് നാണം കെട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും അവന് മനസമാധാനം കൊടുക്ക്. അതിന് ഞാൻ ഈ മത്സരത്തിൽ തോറ്റാലല്ലേ എന്റെ അച്ഛൻ നാണം കിടേണ്ടതുള്ളൂ. എന്നാ അമ്മായി നോക്കിക്കോ. അമ്മായി ഇമ്പോർട്ട് ചെയ്ത ഈ ഹോട്ടൽ മാനേജ്മെന്റ് കാര്യമാണോ ഈ ഋതികയാണോ ഈ മത്സരത്തിൽ ജയിക്കുന്നതെന്ന് നമുക്ക് കാണാം. രാധമേ, വാ. കഷ്ടം. കുടുംബത്തെ നാണം കെടുത്താൻ വേണ്ടി മാത്രം ഒരു ജന്മം. മോളിതൊന്നും കേട്ട് പേടിക്കണ്ട. വീട്ടിലെ കിച്ചൻ പോലും നേരെ കണ്ടിട്ടില്ലാത്തവളാ പാചകത്തിന് 1ാം സമ്മാനം വാങ്ങാൻ പോകുന്നെ. മോള് വാ. ഇതാരാ? അംബിക മേഡം. വരണം, ഇരിക്കണം. ശില്പി ഇരിക്ക്. ഇരിക്കു ശില്പേ. കോമ്പറ്റീഷനുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യാൻ വന്നതായിരിക്കും അല്ലേ? അതെ. വാ രാധമേ. അയ്യോ,
ഇത് പ്രതാപവർമ്മ സാറിന്റെ മകള് ഋതിക വർമ്മയല്ലേ? ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഇരിക്കാൻ ഞാൻ കസേര എടുപ്പിക്കാം. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. അവർക്ക് നിന്ന് നല്ല ശീലമാ. കൂടെയുള്ള ഈ സ്ത്രീ ആരാ? മനസ്സിലായില്ല. ഇത്രയും പ്രായമുള്ള ഒരാളെ അസിസ്റ്റന്റായി വെക്കേണ്ട കാര്യമില്ലല്ലോ. ജോലിക്കാരിയായിരിക്കും അല്ലേ? ഇതെന്റെ ഭർത്താവിന്റെ അമ്മയാ, രാധമ്മ. ഓ, നിലവിലെ രാധമ്മ ജോലിക്കൊന്നും പോകുന്നില്ല. പോകുന്നുണ്ടായിരുന്നെങ്കിൽ ഒരു ജോലിക്കാരിയാണ് രാധമ്മ എന്ന് ഞാൻ പറഞ്ഞേനെ. രാധമ്മ ജോലിക്കാരിയാണോന്ന് ചോദിച്ചപ്പോ അമ്മായി എന്തിനാ ചിരിച്ചത്? വീട്ടുജോലിയും കൂലിപ്പണിയും എടുക്കുന്നവര് മാത്രമല്ല, സ്വന്തമായി ബിസിനസ്സോ സംരംഭമോ ചെയ്യുന്ന എല്ലാവരും ജോലിക്കാരൻ. ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഡോക്ടർമാർ, ഗവൺമെന്റിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ എന്ന് തുടങ്ങി വലിയ വലിയ പ്രതിഫലം വാങ്ങി സിനിമയിൽ അഭിനയിക്കുന്ന സൂപ്പർ സ്റ്റാർ വരെ കാശ് വാങ്ങിയിട്ട് അവരുടെ ജോലി ചെയ്യുന്നത്. ഉത്തരവാദിത്തത്തോടെയും സത്യസന്ധതയോടെയും ജോലി ചെയ്യുന്ന അവര് അവരുടെ ജോലി എന്താണെന്ന് പറയാനോ അവർ ജോലിക്കാരാണെന്ന് പറയാനോ യാതൊരു മടിയും കാണിക്കുന്നില്ല. മനസ്സിൽ വിഷമമുള്ള ചിലര് ജോലിയുടെ അടിസ്ഥാനത്തിൽ വരെ മനുഷ്യരെ തരം തിരിക്കുന്നു. എല്ലാവരും ശ്വസിക്കുന്ന വായു ഒന്ന്, ശരീരത്തിലോടുന്ന രക്തവും ഒന്ന്. പക്ഷെ എന്ത് ചെയ്യാം, ബുദ്ധിശൂന്യരിങ്ങനെ സ്വയം സന്തോഷിച്ചുകൊണ്ടേയിരിക്കും. കുട്ടി ഇവിടേക്ക് വന്നത് കുക്കിംഗ് കോമ്പറ്റീഷനിൽ ആപ്ലിക്കേഷൻ തരാനോ അതോ എന്നെ ഉപദേശിക്കാനോ? മനസ്സിൽ കാപ്പട്ടി ഇല്ലാത്തവർക്ക് ആരെങ്കിലും എന്തിനെ കുറിച്ചെങ്കിലും സംസാരിച്ച വിഷയം നല്ലതാണെന്നോ ചീത്തയാണെന്നോ തോന്നും. കാപട്യമുള്ളവർക്ക് പറഞ്ഞത് തന്നെയാണെന്ന് തോന്നും. ഞാൻ പറഞ്ഞത് സെക്രട്ടറി മാഡത്തിന് ഫീൽ ചെയ്തോ? ഏയ്, എനിക്കങ്ങനെ ഫീൽ ആവത്തൊന്നുമില്ല. ഞാൻ മനസ്സിൽ കപടമില്ലാത്ത ആളാ അല്ലേ അംബിക മാഡം? ആപ്ലിക്കേഷൻ എടുത്ത് അവക്ക് കൊടുത്തിട്ട് സൈൻ ചെയ്യിക്ക. എന്തിനാ വെറുതെ സമയം കളയുന്നേ? അയ്യോ, എനിക്കൊരു ധൃതിയില്ല അമ്മായി. അമ്മായി കൊണ്ടുവന്നിരിക്കുന്ന ഷെഫിനെ ആദ്യം സൈൻ ചെയ്യിപ്പിച്ചോ. അതെ, ആദ്യം വന്നത് അംബിക മേഡം ആണല്ലോ. ഋതികേ, ഞാൻ നിന്നോട് അവസാനമായിട്ട് ചോദിക്കാം, വെറുതെ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് നാണം കെടാൻ നിക്കണോ? അല്ല, മോള് മത്സരത്തിൽ ജയിക്കുമെന്ന് അംബിക മേഡത്തിന് ഒരു പേടിയുണ്ടെന്ന് തോന്നുന്നു. വാട്ട് എ നോൺസെൻസ്. ഞാനുള്ളപ്പോ ഇവള് ജയിക്കാനോ? പിന്നെന്തിനാ നിങ്ങള് ഋതിക മോളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നത്? തോൽക്കാൻ ഞങ്ങൾക്ക് ഭയമില്ല മോളെ. നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പിന്മാറിക്കോ. മോള് മത്സരിക്കുക തന്നെ ചെയ്യും. Give me the application. ഈശ്വരാ. അമ്മേ, അമ്മ ഇത് എവിടെ പോയതായിരുന്നു? ഞാൻ വിളിച്ചിരുന്ന കോൾ അറ്റൻഡ് ചെയ്യാത്ത. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 5 ലക്ഷം എവിടെ? ഇന്ന് തരാമെന്ന് പറഞ്ഞാണോ ആ കാശ് നിന്റെ വാങ്ങിച്ചേ? അല്ല, പിന്നെന്തിനാ നീ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് വെറുതെ സമയം കളയുന്നേ?
അമ്മ ആകാശ് അവളെ കുക്കിംഗ് കോമ്പറ്റീഷനിൽ തോപ്പിക്കാൻ ഇറക്കി കാണും അല്ലേ? അതെന്തിനാ നീ അറിയുന്നേ? അതിനകത്ത് കയറി ഇനി നിന്റെ ബുദ്ധി കൂടെ കൂട്ടിക്കുഴച്ച് ഞാനിപ്പോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫ്ലോ നീ ആയിട്ട് കളയരുത്. എന്റെ പൊന്നു മോന് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും വേണമെങ്കിലേ അമ്മ റൂമിലെത്തിക്കാം. ദയവ് ചെയ്ത് അതിനകത്തുനിന്ന് പുറത്തേക്ക് വരരുത്. ആ കോമ്പറ്റീഷനെ ഒന്ന് കഴിഞ്ഞോട്ടെ. അമ്മ പറയുന്ന കേട്ടാ തോന്നുമല്ലോ ഞാനൊരു അട്ടർ ഫെയിലൂർ ആണെന്ന്. എനിക്ക് മാത്രമേ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ. അമ്മയ്ക്ക് അബദ്ധങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ലേ? അമ്മയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധമാ നീ. അമ്മേ, എടാ, കൊണ്ടുപോയി നിസാരമായിട്ട് കളഞ്ഞു കുളിച്ച 25 ലക്ഷം രൂപയെ എങ്ങനെങ്കിലും തിരിച്ചു പിടിക്കാനുള്ള വഴി നോക്ക്. എന്നിട്ട് സ്വയം വന്ന് മഹാനാണെന്ന് പറ. അപ്പോ അമ്മ സമ്മതിച്ചു തരാം. എന്റെ മോൻ ദീപക് മിടുക്കനാണെന്ന് വേണമെങ്കിൽ 10 പേരോട് വിളിച്ചും പറയാം. അയ്യോ വേണ്ടേ, ഞാൻ അമ്മയോടൊന്നും ചോദിച്ചിട്ടുമില്ല, അമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. ദീപക്കേ, നീ എന്റെ അക്കൗണ്ടിൽ നിന്നും കൊണ്ടുപോയ 25 ലക്ഷം നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ അതിൽ നിന്നും 15 ലക്ഷം ഞാൻ നിനക്ക് തന്നെ തിരിച്ചു തരും. നീ ഒന്ന് ട്രൈ ചെയ്. ചെയ്യാമേ, ഞാൻ ട്രൈ ചെയ്യാം. പിടി പിഴില്ലാന്ന് ഉറപ്പുണ്ടെങ്കിലേ പണം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് വളഞ്ഞ വഴിയാ. ഉം 25 ലക്ഷം ഞാൻ എങ്ങനെ ഉണ്ടാക്കും? ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. നീ എന്താ, ഞാനും അമ്മയും സംസാരിച്ചതൊക്കെ മറിഞ്ഞെന്ന് കേൾക്കുമായിരുന്നു. ഏയ്, ഞാൻ ദേ ഇപ്പൊ ഒന്നേ ഉള്ളൂ. വന്നപ്പോ ദീപക് സാർ എങ്ങനെ 25 ലക്ഷം രൂപ ഉണ്ടാക്കുമെന്ന് പറയുന്നത് ഞാൻ കേട്ടു. അല്ല, എന്തു പറ്റി? 25 ലക്ഷം വല്ലതും ദീപക് സാറിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടോ? ഏയ്, ആര് പറഞ്ഞു? ഇത് വേറെ 25 ലക്ഷത്തിന്റെ കാര്യ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓ, എന്തല്ലേ, കഴിഞ്ഞ ദിവസം വർമ്മ സാറിന്റെ കാറിൽ വെച്ച കള്ളപ്പണവും 25 ലക്ഷം ഉണ്ടായിരുന്നു. ആരോ വർമ്മ സാറിനെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം കൊണ്ടുവച്ച കാശ മുഴുവനും ഞാൻ എണ്ണി നോക്കിയായിരുന്നു. കൃത്യം 25 ലക്ഷം ഉണ്ടായിരുന്നു. സത്യം പറയാലോ, ക്യാഷ് വർമ്മ സാറിന്റെ കാറിൽ വെച്ചവനെ ഒരു സത്യസന്ധനായ കള്ളന. ആ 25 ലക്ഷത്തിന്ന് വേണമെങ്കിൽ വല്ല വഴിച്ചെലവിനും കുറച്ച് കാശ് എടുക്കായിരുന്നു. പക്ഷെ അവനത് ചെയ്തില്ല. ശത്രുക്കളുടെയൊക്കെ ഒരു നല്ല മനസ്സാ. ഈശ്വരാ. എന്നിട്ട് ആ കിട്ടിയ കാശ് രാജു എന്ത് ചെയ്തു? ആദ്യം ഞാനത് വർമ്മ സാറിനെ വിളിച്ച് നേരിട്ട് കാണിച്ചു കൊടുത്തു. എല്ലാം ഒറിജിനൽ നോട്ട്സ് ആണെന്ന് മനസ്സിലായപ്പോ സത്യസന്ധനായ എന്നോട് ആ കാശ് വർമ്മ സാർ എടുത്തോളാൻ പറഞ്ഞു. നിന്നോട് എടുത്തോളാൻ പറഞ്ഞോ? ഞെട്ടിയില്ലേ ദീപക് സാർ, ഞെട്ടിയില്ലേ? ഞാനും ആ മഹാമനുഷ്യ പറയുന്ന കേട്ട് ഇതുപോലെ ഞെട്ടിയതാ. രാജു ആ കാശ് വാങ്ങിയില്ലല്ലോ? ഏയ്, ഞാൻ അങ്ങനെ ചെയ്യൂന്ന് ദീപക് സാറിന് തോന്നുന്നുണ്ടോ? പക്ഷെ ദീപക് സാറേ. എന്താ? വർമ്മ സാറേ എന്നെ ഒരുപാട് നിർബന്ധിച്ചപ്പോ എനിക്ക് ആ കാശ് വാങ്ങേണ്ടി വന്നു. എന്നിട്ട് നീ ആ കാശ് എന്ത് ചെയ്തു? ആ കാശ് ചെലവാക്കാൻ എനിക്ക് തോന്നിയില്ല ദീപക് സാറേ. സമാധാനായി. പക്ഷേ അച്ഛൻ നിർബന്ധിച്ചപ്പോ. അച്ഛൻ നിർബന്ധിച്ചപ്പോ? നിങ്ങളെ പോലെയാണോ ദീപക് സാറേ? ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ, ഞങ്ങൾക്കും ജീവിക്കണ്ടേ? വീട്ടിലെ പ്രാരാബ്ധങ്ങള്. നീ കാശ് എന്ത് ചെയ്തു പറയടാ. ദീപക് സാർ എന്തിനാ ചൂടാവുന്നത്? സോറി, ആ കാശ് രാജു എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ നിർബന്ധിച്ചപ്പോ പിന്നെ വീട്ടിലെ കഷ്ടപ്പാടുകളൊക്കെ ആലോചിച്ചപ്പോ ആലപ്പുഴയില് ഞാനൊരു ചെമ്മീൻ കെട്ട് വാങ്ങി. പിന്നെ മൂന്നാറില് ഒരു ചെറിയ തേയിലത്തോട്ടവും. 25 ലക്ഷം രൂപയ്ക്ക് ചെമ്മീൻ കെട്ടും തേയിലത്തോട്ടം അല്ലേ? അതെ. ആ വിജിലൻസ് ഓഫീസർക്കൊന്നും കൊടുത്തില്ലേ? അയാളൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ കാശ് കൊണ്ടുവന്ന് വെച്ചവനെ അയാള് പൊക്കും. അയാള് പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാ. പൊക്കോന്ന് പറഞ്ഞ പൊക്കിയിരിക്കും. നമുക്ക് കാണാം. ശരി, കാണാം.
മോള് ഇതൊന്ന് ടേസ്റ്റ് നോക്കിക്കേ. എന്തൊരു ടേസ്റ്റ് രാധമ്മ ഇത്. നന്നായിട്ടുണ്ട്. രാധമ്മേ, കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ടല്ലോ. ക്യാരറ്റ്, തക്കാളി, ഇതൊക്കെ ഇനി എന്ത് ചെയ്യും? ഇതൊന്നും വേസ്റ്റ് ആവില്ല മോളെ. ഇതൊക്കെ കൊണ്ട് ഒരു പരിപാടിയുണ്ട്. അതെന്താ രാധമ്മേ? ഇങ്ങനെ ബാലൻസ് വരുന്ന സാധനങ്ങൾ കൊണ്ട് പണ്ടൊക്കെ ഞങ്ങള് കാപ്പിക്ക് എന്തെങ്കിലും ഉണ്ടാക്കുമായിരുന്നു. അതായത് വീട്ടില് ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോ സദ്യക്ക് തലേന്ന് സാമ്പാറിനും അവിയലിനും ഒക്കെ പച്ചക്കറികൾ അരിഞ്ഞു വെക്കുമായിരുന്നു. ഇന്നത്തെ പോലെ ഫാസ്റ്റ് ഫുഡൊന്നും അന്നില്ലല്ലോ. അന്ന് എല്ലാ സാധനങ്ങളും വീടുകളിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ സദ്യക്ക് വേണ്ട കറികളും തോരനും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് മിച്ചം വരുന്ന പച്ചക്കറികൾ കൊണ്ട് ഞങ്ങൾ ഒരു ഐറ്റം ഉണ്ടാക്കുമായിരുന്നു. ഇങ്ങനെ സസ്പെൻസ് ഇടാതെ പറ രാധമ്മേ. കാണിച്ചു തരാം മോളെ. ആ പാത്രം ഇങ്ങെടുത്തേ. ഇതാ. ആ, ആദ്യം ക്യാരറ്റ് എടുത്തിട്ട് കുനുകുനാന്നരിയണം. പിന്നെ ക്യാബേജ് എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിയണം. ചെറുതായിട്ട് അരിയണോ? ആ, ഇനി തക്കാളി എടുത്തിട്ട് കുനുകുനാന്നരിയണം. ഇനി എന്താ? ഇനി എന്താ വേണ്ടെന്ന് മോക്കറിയാമോ? ഇല്ല. ആ, ഇനി പുട്ടുണ്ടാക്കുന്ന സെറ്റപ്പ് വേണം. ആ, ഇനി പുട്ട് പൊടിക്ക് വേണ്ട മാവ് വേണം. ദാ ആ ബക്കറ്റിലുണ്ട്, എടുത്തിട്ട് വാ. ഈ മാവല്ലേ? ആ, ഇനി എന്താ? കുറച്ച് വെള്ളം വേണം, എടുത്തോ. കുറച്ചുപ്പിട്ടിട്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചേ. അങ്ങനെ. ആ, എന്നിട്ട് മിക്സ് ചെയ്യണം. കണ്ടോ? ഇങ്ങനെ മിക്സ് ചെയ്യണം. കട്ടയില്ലാതെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കണം. ഇനി കുറച്ച് വെള്ളം വേണോ? വേണ്ട, മതി. ഇനി എന്താ വേണ്ടത്? പുട്ടുകുറ്റിയില് ചില്ലിടണം. എന്നിട്ട് കുറച്ച് തേങ്ങ എടുത്ത് ഇങ്ങനെ ഇടണം. ഇനി കുറച്ച് മാവെടുത്ത് ഇതിനകത്തിടണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് കുറച്ച് ക്യാരറ്റ് എടുത്ത് ഇടണം. ഇനി കുറച്ച് മാവിടണം, കുറച്ച് തക്കാളി ഇടണം. കണ്ട? ഇനി മാവിടണം, തേങ്ങ ഇടണം, വെജിറ്റബിൾസ് ഇടണം. ഫുള്ള് ഫില്ല് ചെയ്യണം. കണ്ടോ? ആ, ഇനി കുറച്ച് തേങ്ങയും കൂടെ ഇടണം. എന്നിട്ട് അടപ്പിങ്ങനെ വെച്ച് ഇതിൽ വെച്ചിട്ട് കത്തിക്കേ. ഇനി കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് ഇങ്ങനെ ആവി ഇങ്ങനെ വരും. പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മോള് ഒരു പാത്രം ഇങ്ങ് എടുക്ക. ആ, ഇനി നമുക്ക് നോക്കാം. ആ, ഇനി മോളൊന്ന് കഴിച്ചു നോക്കിക്കേ. എന്ത് ടേസ്റ്റ് ഇത്? ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇങ്ങനെ മിച്ചം വരുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. എന്തിനായിരിക്കും
5 ലക്ഷം എന്റെ അക്കൗണ്ടിൽ നിന്ന് വാങ്ങിയത്? അമ്മ ഒന്നും തെളിച്ച് പറയുന്നുമില്ല. ശ്ശേ. ഡാ, നീ ഇവിടെ വന്ന് നിൽക്കാണോ? നിനക്ക് ഭക്ഷണമൊന്നും കഴിക്കണ്ടേ? ഹ, അതൊക്കെ കഴിക്കാം. അമ്മ ആദ്യം എന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിയത് എന്തിനാണെന്ന് പറയും. ആ, അത് തൽക്കാലം നീ അറിയണ്ട. സമയാകുമ്പോ ഞാൻ നിന്നോട് പറയാം. അമ്മേ പ്ലീസ് പ്ലീസ് അമ്മേ. അത് അറിയാഞ്ഞിട്ട് ഒരു സമാധാനമില്ല എനിക്ക്. എടാ, ആ കുക്കിംഗ് കോമ്പറ്റീഷനിലെ ഋതിക ചിലപ്പോ 1ാം സമ്മാനം നേടിയെടുക്കും. അമ്മ ഇപ്പോഴും അതും ആലോചിച്ചോണ്ട് നിൽക്കുവാണോ? ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നതേ നല്ല എക്സ്പേർട്ടുകളാ. ഉം. അവൾ അമ്മാവന് എന്നെങ്ങാണ്ടോ ഒരു അവിയലും സാമ്പാറും ഉണ്ടാക്കി സദ്യ കൊടുത്തുന്ന് വെച്ച് ഈ മത്സരത്തിൽ അവൾക്ക് 1ാം സമ്മാനം കിട്ടുന്ന എന്താ ഉറപ്പ്? എടാ മോനെ, ഇതാ നിന്റെ കുഴപ്പം. നീ ആ ഋതികെ അങ്ങനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യണ്ട. എന്തായാലും ഞാൻ അവൾക്കൊരു തടയിടാൻ പോവാ. അവൾ അങ്ങനെ 25 ലക്ഷം കൊണ്ടുപോകണ്ട. അമ്മയുടെ പ്ലാൻ എന്താ? ആദ്യം അത് പറയും. അത് വർക്കൗട്ട് ആവോ ഇല്ലേന്ന് നോക്കട്ടെ. ഇപ്പോ ഒരു 25 ലക്ഷം രൂപ വെറുതെ പോയി കിട്ടി. അതിന്റെ വിഷമം മാറിയിട്ടില്ല. ആ പോയ 25 ലക്ഷം തിരികെ പിടിക്കാനാ എന്റെ പുതിയ പ്ലാൻ.